നമസ്കാരം. മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ഇൻപുട്ട് യൂണിറ്റ്സ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇൻപുട്ട് യൂണിറ്റിനെ പറ്റിയിട്ടും ഔട്ട്പുട്ട് യൂണിറ്റിനെ പറ്റിയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസസും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് CPU ആണ്, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPU എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്? നമ്മുടെ CPU-നെയാണ് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പൊ CPU-ന്റെ ധർമ്മം എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഫങ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? CPU ആണ്. അപ്പോ ഇതിനെ എന്ത് പറയുന്നു? ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നു. എല്ലാ ഫങ്ഷൻസിനെയും കമ്പ്യൂട്ടറിന്റെ ഓവറോൾ ഫങ്ഷനിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? CPU ആണ്. അപ്പൊ ഈ CPU-നെ തന്നെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് മെമ്മറി യൂണിറ്റ്. ഇങ്ങനെ 3 പാർട്സ് ആണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനുള്ളത്. ALU ഫുൾ ഫോം എക്സാമിന് ചോദിക്കാറുണ്ട്. ALU എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. പിന്നെ രണ്ടാമതുള്ളത് കൺട്രോൾ യൂണിറ്റ്, അടുത്തതെന്ന് പറയുന്നത് മെമ്മറി യൂണിറ്റ് ആണ്. ഇനി നമ്മുടെ CPU-നെ നമ്മൾ പ്രോസസർ എന്നും പറയും. അപ്പൊ ഈ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് സ്പീഡിനെ മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് MIPS ആണ്. MIPS എന്ന് പറഞ്ഞാൽ മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് എന്നാണ് MIPS-ന്റെ ഫുൾ ഫോം. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്പീഡ്, പ്രോസസ്സിംഗ് സ്പീഡിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് MIPS അല്ലെങ്കിൽ മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. നമ്മൾ പറഞ്ഞു CPU-ന് 3 പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ALU, കൺട്രോൾ യൂണിറ്റ് ആൻഡ് മെമ്മറി യൂണിറ്റ്. ALU എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, അതായത് അരിത്തമെറ്റിക്കും ലോജിക്കലുമായിട്ടുള്ള ഓപ്പറേഷൻസിനെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? ALU ആണ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ്. എങ്ങോട്ട് ഏത് ഇൻസ്ട്രക്ഷൻ പോകണം ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. ഇനി പിന്നെ മെമ്മറി യൂണിറ്റ്. മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്റ്റോറേജുമായി ബന്ധപ്പെട്ടതാണ് ഇത് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഈ നമ്മുടെ കമ്പ്യൂട്ടറിന് മെയിൻ ആയിട്ടും 2 പാർട്സ് ആണുള്ളത്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് തൊട്ടു നോക്കാൻ പറ്റുന്ന പാർട്സ്. കീബോർഡ് നമുക്ക് തൊട്ടു നോക്കാം, മൗസ് നമുക്ക് തൊട്ടു നോക്കാം, ടച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന പാർട്സിനെയാണ് എന്ത് പറയുന്നത്? ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറയും. ഇനി മദർ ബോർഡ്. ഇന്ന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? മദർ ബോർഡ്, കീബോർഡ്, മൗസ്, പ്രിന്റർ, ഇതെല്ലാം എന്താണ്? ഹാർഡ്വെയർ പാർട്സ് ആണ്. എന്താ ഈ മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു സ്പെഷ്യൽ ബോർഡാണ് മദർ ബോർഡ്. ഈ ബോർഡിനകത്ത് എന്താ? നമ്മുടെ CPU അല്ലെങ്കിൽ വീഡിയോ കാർഡ്, നെറ്റ്വർക്ക് കാർഡ് പോലെയുള്ള ഡിവൈസസ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ബോർഡുണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ. അപ്പോൾ ആ ബോർഡ് എന്താ? നമ്മുടെ ആ സിസ്റ്റം യൂണിറ്റില്ലേ, നമ്മുടെ CPU എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം യൂണിറ്റിനകത്ത് നമ്മുടെ CPU, വീഡിയോ കാർഡ്, നെറ്റ്വർക്ക് കാർഡൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ബോർഡുണ്ട്. ആ ബോർഡിനെയാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കമ്പോണൻസ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ബോർഡാണ് മദർ ബോർഡ്. ഇതിനെ നമുക്ക് സിസ്റ്റം ബോർഡ് എന്നും അല്ലെങ്കിൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്നൊക്കെ പറയും. മദർ ബോർഡിന് പറയുന്ന മറ്റു പേരെന്താണ്? സിസ്റ്റം ബോർഡ് അല്ലെങ്കിൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണൻസിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പാർട്ട് നമ്മൾ പറഞ്ഞ എന്താണ്? സോഫ്റ്റ്വെയർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻപുട്ട് ഡിവൈസ് പഠിച്ചു, ഔട്ട്പുട്ട് ഡിവൈസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? പ്രിന്ററും സ്കാനറും പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പ്രിന്റർ എന്താ ചെയ്യുന്നത്? സോഫ്റ്റ് കോപ്പിയെ ഹാർഡ് കോപ്പിയാക്കി മാറ്റുന്നു. ഇനി സ്കാനർ നമ്മൾ പറഞ്ഞ എന്താ? ഹാർഡ് കോപ്പിയെ സോഫ്റ്റ് കോപ്പിയാക്കി മാറ്റുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ? ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തൊട്ടു നോക്കാൻ പറ്റുന്നതാണ്, പേപ്പർ ഡോക്യുമെന്റ് ആണ്, നമ്മുടെ കയ്യിലുള്ളതാണ്. സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കമ്പ്യൂട്ടറിനകത്തുള്ളതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തൊട്ടു നോക്കാൻ പറ്റത്തില്ല. കമ്പ്യൂട്ടറിനകത്തുള്ള വേർഡ് ഡോക്യുമെന്റ്, PDF ഡോക്യുമെന്റ് ഒക്കെയാണ് സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടു നോക്കാൻ പറ്റുന്ന പാർട്സ്.
അപ്പൊ സോഫ്റ്റ്വെയർ എന്തായിരിക്കും? നമുക്ക് തൊട്ടു നോക്കാൻ പറ്റത്തില്ല. എന്താ? കമ്പ്യൂട്ടറിനകത്തുള്ള ഡേറ്റാസ്, ഇൻസ്ട്രക്ഷൻസ്, സെറ്റ് ഓഫ് പ്രോഗ്രാംസ്, ഇതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഗിവൺ ടു ദ കമ്പ്യൂട്ടർ ടു കൺട്രോൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർസിനേക്ക് കൺട്രോൾ ചെയ്യാൻ. ഇപ്പൊ കീബോർഡിൽ നമ്മളൊരു ഡേറ്റ എൻട്രി ചെയ്താൽ അതെന്ത് വേണം? കമ്പ്യൂട്ടറിലേക്ക് പോകണം. നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസ് മോണിറ്ററോ വഴിയൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പ്രോസസ്സിംഗ് ആണോ നടക്കേണ്ടത് ആ പ്രോസസ്സ് അവിടെ നടക്കണം. അങ്ങനെയുള്ള എല്ലാത്തിനെയും ഹാൻഡിൽ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയിട്ടുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ. അപ്പൊ ആ സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി ഈ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെ നമ്മൾ വിളിക്കുന്നത് പ്രോഗ്രാമേഴ്സ് എന്നാണ്. പ്രോഗ്രാമേഴ്സ് ആർ ദ പീപ്പിൾ ഹു ഡെവലപ്പ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ പറ്റിയിട്ട് പല രീതിയിലുള്ള, നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യും. അപ്പൊ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ പറ്റിയിട്ടുള്ള അറിവുള്ള ആൾക്കാർക്ക് മാത്രമേ ആ ലാംഗ്വേജ് യൂസ് ചെയ്ത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരെ പ്രോഗ്രാമേഴ്സ് എന്ന് പറയും. അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജസിനെ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയും. അപ്പൊ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തിനു വേണ്ടി? ലാംഗ്വേജ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ അതുപോലെ തന്നെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എന്താ? നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. പല തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്, ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയാം. C++, ജാവ, C, HTML, .NET, PHP, പൈത്തൺ, ഇതെല്ലാം എന്താണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഇനി ഈ സോഫ്റ്റ്വെയർ, നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. എന്താ? കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സോഫ്റ്റ്വെയർ തന്നെ മെയിൻ ആയിട്ടും 2 ടൈപ്പ് ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. ഇതൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ടൈംസ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. റിപ്പീറ്റ് ആയിട്ട് കേട്ട് എഴുതിയൊക്കെ പഠിക്കുക. ഇപ്പോൾ നേരത്തെ അറിയാവുന്നവർക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് പോയാൽ മതിയായിരിക്കും. അവർക്കൊന്ന് എന്താ ഓർമ്മിച്ചെടുത്താൽ മതിയായിരിക്കും. അങ്ങനെയുള്ളവർ കേട്ടുപോകുക, അല്ലാത്തവരൊന്ന് ഇരുത്തി ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം സോഫ്റ്റ്വെയർ 2 ടൈപ്പാണുള്ളത്. സിസ്റ്റം സോഫ്റ്റ്വെയറും ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട്. ഇപ്പൊ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാല് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ പറഞ്ഞ എന്താ? ഡിസൈൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ ഹാർഡ്വെയർസിനെയൊക്കെ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ഒക്കെ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ. സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മൾ ഓൾറെഡി സിസ്റ്റത്തിൽ തന്നെ ഉള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടർ ഓണാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ലോഡായി വരണം. വിൻഡോസ് എന്നൊക്കെ എഴുതി കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ലോഡായി വരണം. നമ്മുടെ ടൈമൊക്കെ സെറ്റ് ആവണം. നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ അത് ഓപ്പൺ ആവണം. അതിന് വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ്, ഓൾറെഡി ഇതിനകത്തുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പൊ ഇത്ര ആലോചിച്ചാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ ഓൾറെഡി ഉള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് എന്ത് പറയുന്നത്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ടൈപ്പ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ഒക്കെ. ഇനി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം യൂസ്ഡ് ടു പെർഫോം സോർട്ടിംഗ്, ഡിലീറ്റിംഗ്, കോപ്പി ഫയൽസ്, ഫയൽ കംപ്രഷൻ എക്സെട്ര. അപ്പൊ നമ്മൾ സോർട്ടിങ്, നമ്മൾ ഫയൽസ് ഒക്കെ എന്ത് ചെയ്യും? ഡിലീറ്റ് ചെയ്യും, കോപ്പി ചെയ്യും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കോപ്പി ചെയ്യും. ഫയൽ കംപ്രഷൻ, ഫയലിനൊക്കെ സൈസ് ഒക്കെ കുറയ്ക്കും. ഇങ്ങനെയുള്ള പ്രോസസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് എന്ത് പറയുന്നത്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കമ്പ്യൂട്ടറിന്റെ എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. നമ്മുടെ യൂസറിന്റെയും ഹാർഡ്വെയറിന്റെയും ഒക്കെ ഇടയിൽ ഒരു ഇന്റർഫേസ് ആയിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ഹാർഡ്വെയർ. ഇപ്പൊ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴിയാണ് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്.
അതിന് എക്സാമ്പിൾ ആണ് വിൻഡോസ്. പല സിസ്റ്റത്തിലും പല രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ വിൻഡോസ് ഉണ്ട്, ലിനക്സ്, യുണിക്സ്, മാക് OS, ഉബുണ്ടു, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതെല്ലാം പല രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മളിപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് വിൻഡോസ് ആണ്. വിൻഡോസിന്റെ പല വേർഷൻ, വിൻഡോസ് NT, 98 എന്നൊക്കെ തുടങ്ങി ഇപ്പോൾ വിൻഡോസ് നമ്മൾ 11, 13 ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള വിൻഡോസ് ഉണ്ട്. വിൻഡോസ് 7 ആണ് നമുക്ക് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ ലേറ്റസ്റ്റ് വേർഷനുള്ള ഒരുപാട് വിൻഡോസ് തന്നെ പല രീതിയിലുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നോക്കിയേ, വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ആരാണ്? മൈക്രോസോഫ്റ്റ് ആണ് വിൻഡോസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടർ ആരാണ്? ബിൽ ഗേറ്റ്സ് ആൻഡ് പോൾ അലൻ ആണ് ഫൗണ്ടർ ഓഫ് മൈക്രോസോഫ്റ്റ്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. വിൻഡോസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ ഉപജ്ഞാതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? ബിൽ ഗേറ്റ്സും പോൾ അലനുമാണ്. ഇനി നോക്കിയേ, നമ്മുടെ ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഇത് ഡെവലപ്പ് ചെയ്ത ആരാണ്? ലിനസ് ടോൾവാർഡ്സ് ആണ്. ലിനക്സ് എന്ന് പറയുന്ന ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഏതെന്ന് പറയുന്നത്? ലിനക്സ് എന്ന് പറയുന്നത്. ഫ്രീ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കത് യൂസ് ചെയ്യാം, അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാം, മോഡിഫൈ ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് ഏതെന്ന് പറയുന്നത്? ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി യുണിക്സ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? IBM ആണ് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഏതാണ്? ബോസ് ആണ്. ബോസ് എന്ന് പറഞ്ഞാൽ ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ് എന്നാണ് ബോസിന്റെ ഫുൾ ഫോം. ചെന്നൈയിലെ സീഡാക്കിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ബോസും ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഇനി ബോസ് സപ്പോർട്ട് ചെയ്യുന്ന എത്ര ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ 18 ലാംഗ്വേജസിനെ നമ്മുടെ ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മൊബൈൽ ഫോൺസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇത് ആൻഡ്രോയിഡ്. അത് എല്ലാവർക്കും അറിയാം. അപ്പൊ ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഗൂഗിൾ ആണ് ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്തത്. ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 13 ആണ്. ഇനി നമ്മുടെ മാക് OS നമ്മുടെ ആപ്പിളിലൊക്കെ യൂസ് ചെയ്യുന്ന മാക് OS ഡെവലപ്പ് ചെയ്തത് ആരാണ്? ആപ്പിൾ ആണ് യൂസ് ചെയ്തത്. ഒരു ഫ്രീ സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞു എന്താണ്? യൂസേഴ്സിനെ സ്റ്റഡി ചെയ്യാം, മോഡിഫൈ ചെയ്യാം, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് ഫ്രീ സോഫ്റ്റ്വെയർ. ഈ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദ ടേം ഫ്രീ സോഫ്റ്റ്വെയർ വാസ് കോയിൻഡ് ബൈ റിച്ചാർഡ് സ്റ്റോൾമാൻ എന്നാണ് 1985. ഇനി അടുത്തെന്ന് പറഞ്ഞാല് ഷെയർവെയർ ആണ്. ഷെയർവെയർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു ട്രയൽ ബേസിസിൽ കുറച്ച് നാളത്തേക്ക് ലിമിറ്റഡ് പീരീഡിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസ് ആണ് ഇതെന്ന് പറയുന്നത്. ഷെയർവെയർസ് ചില ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് 7 days ട്രയൽ എന്നൊക്കെ പറഞ്ഞ് കാണിക്കത്തില്ല. അതുപോലെ നമുക്കൊരു ട്രയൽ ബേസിസിൽ ഒരു ലിമിറ്റഡ് പീരീഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഷെയർവെയർസ്. നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് സോഫ്റ്റ്വെയർ ആണുള്ളത്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. ഇതിൽ രണ്ടാമത്തേത് ഏതാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ചില സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ്. ഇത് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആയിരിക്കും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ MS ഓഫീസ്, ഇപ്പൊ നമ്മൾ വേർഡ് ഡോക്യുമെന്റ് തയ്യാറാക്കണമെങ്കിൽ നമുക്ക് വേർഡ് വേണം. പിന്നെ എക്സൽ പ്രസന്റേഷൻ തയ്യാറാക്കാൻ നമുക്ക് പവർ പോയിന്റ് വേണം. ഈ ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോഷോപ്പ് വേണം. അപ്പൊ ഇതെല്ലാം ഓരോരോ സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഫോട്ടോഷോപ്പിൽ നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റൂ. MS വേർഡ് എടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഫോട്ടോ എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഓരോ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് MS ഓഫീസ്, ടാലി, മീഡിയ പ്ലെയർ ഒക്കെ. ഇനി വരുന്ന ഫേംവെയർ ആണ്. ഫേംവെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയറിന്റെയും നമ്മൾ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. സോഫ്റ്റ്വെയറിന്റെ 2 ടൈപ്പ് പറഞ്ഞു, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇനി ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കൂടി കമ്പൈൻ ചെയ്ത് വരുന്നതാണ് ഫേംവെയർ എന്ന് പറയുന്നത്. എന്താണ്? ഇതൊരു ചിപ്പാണ്. ചിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹാർഡ്വെയർ കമ്പോണന്റ് ആണ്. അതിനകത്ത് എന്ത് ചെയ്തിരിക്കും? പ്രോഗ്രാം ചെയ്തിരിക്കും. അപ്പൊ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കൂടി ചേർന്നതാണ് ഫേംവെയർ എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ കമ്പ്യൂട്ടർ ചിപ്പ് ദാറ്റ് ഹാവ് പ്രോഗ്രാംസ് റെക്കോർഡഡ് ഓൺ ഇറ്റ്. അതായത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിനകത്തുള്ള ചിപ്സിനെയാണ് എന്ത് പറയുന്നത്? ഫേംവെയർസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ റോം. നമ്മൾ മെമ്മറി പഠിക്കുമ്പോൾ പഠിക്കും റോം എന്താണ്, EPROM എന്താണെന്നൊക്കെ. അപ്പോൾ ഫ്ലാഷ് മെമ്മറി, റോം, EPROM, അതായത് റീഡ് ഒൺലി മെമ്മറി, EPROM ഒക്കെ ഏതിലാണ് വരുന്നത്? ഫേംവെയർസിന്റെ എക്സാമ്പിൾ ആണ്. ഈ എക്സാമ്പിൾ റോം ഒക്കെ എന്താണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും.
ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ PDF നോട്ട്സ് ആവശ്യമുള്ളവർ നമ്മുടെ മാസ്റ്ററിങ് എഡ്യൂടെക്കിൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. താങ്ക്